സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. എവിടെയും യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഡിസംബർ 25 ലോകമെല്ലാം യേശുക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുമ്പോൾ കൊണ്ടാടുന്ന ഒരു ദിനമാണല്ലോ. ക്രിസ്മസ് സന്ദേശം എപ്പോഴും അത് സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ പ്രതീകമായി ക്രിസ്മസ് കൊണ്ടാടുന്നു. ലോകമെല്ലാം ക്രിസ്മസ് രാവുകൾ എന്ന നിലയിൽ അതിനെ ആഘോഷിക്കുന്നു. ഒരു ക്രിസ്തീയ ദൈവവൈതൽ എന്ന നിലയിലും ക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ ചില ക്രിസ്മസ് എന്ന അല്ലെങ്കിൽ യേശുവിന്റെ ജനനത്തെ ഒരു ദിവസത്തിൽ മാത്രം ആഘോഷം കൊണ്ടാടുന്നതാണ് ലോകത്തിലെ ആളുകൾ. എന്നാൽ ഒരു സ്ഥലത്ത് ഒരു ദിവസത്തിൽ മാത്രം പ്രത്യേകതയല്ല. ലോകമെമ്പാടും ആളുകൾ അവരുടെ ഹൃദയത്തിൽ യേശുവിന്റെ ജനനം, യേശുവിന്റെ വാക്കുകൾ, യേശുവിന്റെ ചിന്തകൾ രൂപാന്തരപ്പെടുത്തുന്നതാണെന്ന് കാണാൻ കഴിയും. ഇന്ന് ലോകത്തെല്ലാം ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്മസ് രാത്രികളിൽ കുറച്ച് ആഘോഷമായി, മദ്യത്തിന്റെയും ആഘോഷ രാത്രിയായി മാറി. പിറ്റേ ദിവസം കൊണ്ട് ആ ആഘോഷങ്ങളെല്ലാം തീർന്നു. പിന്നെ ന്യൂ ഇയർ ആഘോഷങ്ങളായി മാറി. അങ്ങനെ ആഘോഷത്തിൽ മാത്രം ഒരു ഉപരിവിപ്ലവമായ ചില ഉത്സവങ്ങൾ ആഘോഷങ്ങളായി മാറി മാത്രം അനുഭവത്തെ കൂടിയാണ് ഇന്ന് ലോകം ക്രിസ്മസിനെ കൊണ്ടാടുന്നത്. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നത് കൊണ്ട് അതിന്റെ ആഘോഷ രാത്രികളിൽ ആഘോഷങ്ങൾ മാത്രം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞ ഉപരിവിപ്ലവമായ ചില ഉത്സവങ്ങളിലേക്ക് ആഘോഷത്തിൽ മാത്രം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്മസ് സന്ദേശം എപ്പോഴും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയാണ്. യേശുവിലുള്ള വിശ്വാസമാണ് യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ സന്ദേശമാണ് യഥാർത്ഥത്തിൽ നമ്മളെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ ജനിച്ചത് ഒരു ദിവസമുണ്ട്. ആ ജനന ദിവസത്തിലേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ തന്നെ ബർത്ത് ഡേറ്റ് ആണ് പലപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുന്നെങ്കിലും ആ ദിവസമല്ല, അല്ലെങ്കിൽ ദിവസത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിലും നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് ഡേറ്റ് ആണ്. അപ്പൊ ബർത്ത് ഡേറ്റ് എന്നാണ് വരേണ്ടത്. ഇന്ന് യേശുവിന്റെ ജനനം ഡിസംബർ 25 എന്ന് പറഞ്ഞ ഒരു യേശുവിന്റെ ജനനത്തിന്റെ ദിവസത്തെ അല്ലെങ്കിൽ ആ 25 എന്ന് പറഞ്ഞ ഡിസംബർ 25 എന്ന് പറഞ്ഞ ഒരു ഡേറ്റിനെ മാത്രമാണ് ആളുകൾ ആഘോഷിക്കുന്നതാണെന്ന് ഇന്ന് പൊതുവിൽ നമ്മൾ കാണാൻ കഴിയും. എന്നാൽ ആ ആഘോഷത്തിന്റെ പ്രത്യേകത യേശു എന്ന് പറഞ്ഞ വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചു എന്നതാണ്. അപ്പോൾ ഇന്ന് ലോകത്തിൽ ഡിസംബർ 25 ഒരു ദിവസമായിട്ട് അല്ലെങ്കിൽ ഡിസംബർ 25 യേശു ജനിച്ചെന്ന് ചരിത്ര പുസ്തകങ്ങളൊന്നും കാണുവാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് മാർച്ച് മാസം അല്ലെങ്കിൽ വ്യത്യസ്ത ഡേറ്റുകളിലാണ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് തണുപ്പിന്റെ ഏറ്റവും കാഠിന്യമുള്ള ദിനങ്ങളാണ് ഡിസംബർ മാസം. ഒരിക്കലും ആട്ടിടയന്മാർ പുറത്ത് താമസിക്കാത്ത സമയങ്ങൾ, സീസണാണ് ഡിസംബർ മാസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യേശുവിന്റെ ജനനം ദൂതന്മാർ കൊണ്ടാടി അല്ലെങ്കിൽ ആട്ടിടയന്മാർ കണ്ടു എന്ന് പറയുന്ന ആ ദിവസം ഒരിക്കലും ഡിസംബർ മാസം അല്ലെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്തുവായാലും ആ ചരിത്ര ദിവസങ്ങളെ കുറിച്ചുള്ള പ്രത്യേകതയേക്കാൾ ഉപരിയായി യേശുവിന്റെ ജനനത്തെയാണല്ലോ ഇന്ന് ലോകം ആഘോഷിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് സന്ദേശം എന്ന നിലയിലും ചില ചിന്തകൾ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് എല്ലാവരും സഹായിക്കുമാറാകട്ടെ. അല്പനേരത്തെ ദൈവവചന ചിന്തകൾക്കായി നമുക്ക് വായിക്കാം ലൂക്കോസ് എഴുതിയ സുവിശേഷം, അതിന്റെ 2-ാം അധ്യായം, അതിന്റെ 10-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 10. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണം നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മതി. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ദൂതൻ പറയുന്ന ഒരു സന്ദേശം, ക്രിസ്തീയ സന്ദേശം അല്ലെങ്കിൽ ഈ ക്രിസ്മസ് സന്ദേശം ആദ്യം പ്രസംഗിച്ചത് ദൂതനാണ്. ആ ദൂതന്റെ ഒരു പ്രസംഗത്തിന്റെ വാക്കുകളാണ് നമ്മൾ വായിക്കുന്നത്. ദൂതൻ എന്ന് പറയുന്നത് ദൂത് അറിയിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് സ്വർഗത്തിൽ നിന്ന് ദൂതൻ മുഖാന്തരം ഭൂമിയിൽ അറിയിച്ച ഒരു സന്ദേശമാണ്. ഇന്ന് ക്രിസ്മസ് സന്ദേശം എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പള്ളികളിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തല്ല ഇപ്പൊ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ഉണ്ടല്ലോ. ഇന്ന് വാട്സപ്പിലൊക്കെ മെസ്സേജ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് അയക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രീറ്റിംഗ്സ് അയച്ചു തുടങ്ങിയത് ദൂതനാണ് ആദ്യം ആ സന്ദേശം
ദൂതൻ ഈ ആട്ടിടയന്മാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ സന്ദേശം പറഞ്ഞ ആളെന്ന നിലയിൽ ഈ ദൂതനെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൂതന്മാർ പറയുന്ന ആദ്യത്തെ സന്ദേശത്തിന്റെ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതൊരു സുവിശേഷമാണ്, അതൊരു ഗോസ്പലാണ്. ഗോസ്പൽ എന്ന് പറഞ്ഞത് സദ്വാർത്ത, മഹാസന്തോഷത്തിന്റെ വാർത്തകളാ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പൊ നമ്മൾ ഇന്ന് ഗ്രീറ്റിംഗ്സ് നമുക്കറിയാം, സന്ദേശം നമുക്കറിയാം. അപ്പൊ ആദ്യത്തെ സന്ദേശം, സ്വർഗത്തിൽ നിന്ന് കൊടുത്ത സന്ദേശം ഒരു സന്തോഷ വാർത്തയായിരുന്നു. അപ്പൊ അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഗോസ്പൽ പറയുകയാണ്, ഒരു സന്തോഷത്തിന്റെ വാർത്ത പറയുന്നു. ഇന്നും ക്രിസ്മസ് സന്ദേശം, ഒരാൾ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷത്തിന്റെ വാർത്തകളാണ്. അപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് അയക്കുമ്പോൾ ആ ഗ്രീറ്റിംഗ്സ് അയച്ച സന്ദേശത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ഒരു മഹാസന്തോഷത്തിന്റെ വാർത്ത പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷ വാർത്ത പറയുകയാണ്. 11-ാം വാക്യം വായിക്കുന്നത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സദ്വാർത്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്ന ലോകരക്ഷിതാവ് ഇന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ ജനന വാർത്തയെ കുറിച്ച് ഉള്ള ഒരു സന്തോഷ വാർത്ത ദൂതന്മാർ അറിയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ഇന്നും ആ സന്ദേശത്തിന്റെ വ്യത്യസ്ത ശൈലികളിൽ കൂടി നമുക്ക് കേൾക്കാൻ കഴിയും. യേശു ജനിച്ചിരിക്കുന്നു, യേശു ജനിച്ചു, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിച്ചു, യേശു ജീവിച്ചു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ സത്വാർത്ത, യേശുവിന്റെ സുവിശേഷം ഇന്നും ലോകത്ത് ഈ ഡിസംബർ 25-ാം തീയതി പ്രഘോഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ സന്ദേശത്തെ കുറിച്ചുള്ള ചില സന്ദർഭങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്മസ് സന്ദേശം എന്ന നിലയിലും ഒരു ക്രിസ്തീയ ചിന്ത എന്ന നിലയിലും ദൈവമക്കളെ ഒന്ന് ധൈര്യപ്പെടുത്തുക എന്നതാണല്ലോ ഒരു സുവിശേഷത്തിന്റെ കാതലായ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആ സന്ദേശം വ്യത്യസ്ത ആംഗിളിൽ കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുകയാണ്, ദൂതന്മാരോട് പറയുകയാണ്, ദൂതൻ ആട്ടിടയന്മാരോട് പറയുന്നു, ഭയപ്പെടേണ്ട, അല്ലെ, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ ആദ്യത്തെ പദം എന്ന് പറഞ്ഞിങ്ങനെയാണ്. ആദ്യത്തെ പദം എന്താണ്? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അപ്പോൾ ക്രിസ്മസ് സന്ദേശത്തിന്റെ കാതലായ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ലോകത്ത് ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത് ഭയമുള്ള ലോകത്ത് ഭയപ്പെടേണ്ട എന്നുള്ള സദ്വാർത്ത പറയുന്നതാണ്. ശ്രദ്ധിക്കണമേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആട്ടിടയന്മാർ ഭയചകിതരായിരുന്നു. നിങ്ങൾ അതിന്റെ വാക്യം വായിച്ച് അതിന്റെ 8 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അന്ന് ആ പ്രദേശത്ത് ആട്ടിടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തു. ഞാൻ പറയുന്നല്ലോ, ഞാൻ ആദ്യം പറഞ്ഞത് ബേത്ലഹേം അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള സന്ദർഭം വെച്ച് നോക്കുമ്പോൾ ആട്ടിടയന്മാർ 2 തരത്തിലുണ്ടായിരുന്നു. ഒന്ന്, 2 സീസൺ നമുക്ക് കാണും. ഇന്ന് വിന്റർ സീസൺ, സമ്മർ സീസൺ എന്ന് പറയുന്ന പോലെ ആടുകളെ നോക്കുന്ന ആട്ടിടയന്മാർ രണ്ട് രീതിയിൽ രാത്രി പാർത്തു. ഒന്ന്, വീടുകൾക്കകത്ത് പാർത്തു, അല്ലെങ്കിൽ ഈ ആട്ടിൻ തൊഴുത്തുകളിൽ പാർത്ത ഒരു കാലഘട്ടമുണ്ട്. അത് തണുപ്പുള്ള സമയങ്ങൾ, ഏറ്റവും തണുപ്പിന്റെ ദൈർഘ്യമുള്ളതാണ്. എന്നാൽ അടുത്ത സീസൺ എന്ന് പറയുന്നത് പുറത്ത് താമസിക്കും. ആടുകളെ തുറന്നിട്ട് എവിടെങ്കിലും ഈ ആലയത്തിന്റെ പുറത്ത് പാർക്കുന്ന സമയങ്ങളാണ്. അപ്പൊ 2 സീസൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആ സീസണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കൊത്ത് വെളിയിൽ പാർത്ത ദിനങ്ങളായിരുന്നു. വെളിയിൽ പാർത്തു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡിസംബർ 25-ാം തീയതി ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഡിസംബർ യേശു ജനിച്ചത് ഈ ഡിസംബർ 25 എന്ന് പറഞ്ഞൊരു ഡേറ്റിന് ചില കൺഫ്യൂഷൻ ഉണ്ട്. അത് ഡിസംബർ 25 അല്ലെന്ന് പറയുന്നു. ഫെബ്രുവരി മാസം, മാർച്ച് മാസം എന്ന പല ഡേറ്റുകളെ കുറിച്ച് ലോകത്തിൽ തന്നെ ക്രിസ്മസ് കൊണ്ടാടുന്ന കുറച്ച് അനേക രാജ്യങ്ങളുണ്ട് എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ഞാൻ ഡേറ്റിനെ കുറിച്ചുള്ള പ്രത്യേകതയൊന്നുമല്ല പറയുന്നത്. അപ്പോൾ ഇവർ വെളിയിൽ പാർത്ത ദിനങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ 9-ാം വാക്യം നമ്മൾ കാണുന്നു, അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ നിന്നു, കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി, അവർ ഭയപരവശരായി തീർന്നു. അപ്പോൾ സന്ദർഭം ശ്രദ്ധിക്കുക, അവരിങ്ങനെ എല്ലാ ദിവസങ്ങളും പോലെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ പാർത്ത് അവർ വെളിയിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ചിന്തകൾ മാറി, അന്തരീക്ഷം മാറി, സാഹചര്യങ്ങൾ മാറി,
പെട്ടെന്ന് ഒരു ദൂതന്മാർ വന്ന് അവര് അവിടെ ഇറങ്ങി വരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞല്ലോ, പ്രിയ കുഞ്ഞുങ്ങൾ, പ്രിയ ഷജീവറിന്റെ കുഞ്ഞുങ്ങൾ, ആ ബിൽഡിങ്ങിലുള്ള ആളുകൾ ചില വീടുകളിൽ പെട്ടെന്ന് അവർക്കൊരു അതിശയം തോന്നും. പെട്ടെന്ന് അത് അറിയിക്കാതെ ചെല്ലുവാണെങ്കിൽ ആ കഥ തുറന്നു നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവര് പാട്ടും പാടിയൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു സർപ്രൈസ് ആണ്. അപ്പം പക്ഷേ ഈ സർപ്രൈസ് എന്ത് ചെയ്തു? സർപ്രൈസ് ആയിട്ട് ഇവര് ഇന്നത്തെ രീതി അനുസരിച്ച് അവര് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ ഇത് കണ്ടിട്ടില്ലാത്ത ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് ഈ ആട്ടിടയന്മാർക്കുണ്ടാകുന്നത്. പെട്ടെന്ന് ആ അന്തരീക്ഷം മാറി, ദൂതന്മാർ വന്നിറങ്ങുന്നു. ഇന്നത്തെ ലൈറ്റ് പോലുള്ള ലൈറ്റിന്റെ ക്രമീകരണം അന്നത്തെ കാലത്ത് കാണത്തില്ല. ലൈറ്റുകൾ ഇന്ന് നമ്മൾ ഹാലജൻ ലൈറ്റ് വരെ കണ്ടതുകൊണ്ട് ലൈറ്റിന്റെ കുറിച്ച്, വെട്ടത്തിന്റെ ആ ഡെൻസിറ്റി, വെട്ടത്തിന്റെ ആ കാഴ്ച ഒരുപക്ഷെ നമുക്ക് വ്യത്യസ്ത കാഴ്ചകളാണ്. എന്നാൽ ഈ ദൂതന്മാർ നോക്കുമ്പോൾ, ഇവിടെ ഈ ആട്ടിടയന്മാർ ശ്രദ്ധിക്കുമ്പോൾ അവർ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വെളിച്ചം, ഇതൊക്കെ കാഴ്ചകൾ കണ്ടപ്പോൾ അവര് ഭയചകിതരായി, ഭയപരവശരായി തീർന്നു. അപ്പോൾ അവരോട് പറയുന്ന ആദ്യത്തെ വാക്കുകളാണ് ഭയപ്പെടേണ്ട. അല്ലെ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ആദ്യത്തെ പദം ദൂതന്മാർ പറയുന്നു. ശ്രദ്ധിക്കണമേ, ഈ ഡിസംബർ 25-ാം തീയതി നമ്മൾ ഇങ്ങനെ പറയുന്നെങ്കിലും ലോകം ഒരു ഭയത്തിന്റെ കാഴ്ചയിൽ കൂടി, ചിന്തയിൽ കൂടി കടന്നു പോകുന്നു. കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു COVID-19 എന്ന് പറഞ്ഞൊരു വൈറസ് ലോകത്തെല്ലാം ഗ്രസിച്ചിരുന്നു. ഏകദേശം 215 രാജ്യങ്ങളിൽ ഇത് പെടുന്നു. അല്ലാത്ത എത്രയോ ഈ UN പറയാത്ത ലോക രാജ്യങ്ങളില്ലാത്ത രാജ്യങ്ങളിലുണ്ട്, പ്രദേശങ്ങളിലേക്ക് അത് മാറുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വർഷമാണ് ഈ 2020 കടന്നു പോകുന്നത്. നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് ഒരു അനിശ്ചിതത്വമുണ്ട്. ജോലിയുടെ പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ലോകത്ത് എമ്പാടുമുള്ള യഥാർത്ഥ വാർത്തകളൊന്നും നമ്മൾ അറിയുന്നില്ല. ഭൂമിയിൽ അല്ലെങ്കിൽ ചിന്തകളെല്ലാം നോക്കുമ്പോൾ ഭയപരവശരായ ഭയത്തിന്റെ ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, കേരളത്തിൽ പോലും നമ്മൾ ചില വാർത്തകളൊന്നും അറിയുന്നില്ല. പല രീതിയിലുണ്ട്. ഇപ്പം ഇന്ന് കേരളത്തിന്റെ ചരിത്രം ചിന്തകൾ പഠിക്കുമ്പോൾ COVID-19 അല്ലെങ്കിൽ ഈ വൈറസ് കോവിഡ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും ഇന്ന് കണക്ക് വെച്ച് നോക്കുമ്പോൾ, നേരത്തെ മഹാരാഷ്ട്ര, പൂനെ അല്ലെങ്കിൽ ഡൽഹി തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു. പക്ഷേ കണക്ക് വെച്ച് നോക്കുമ്പോൾ, ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലാണ് ഒരു ദിവസം 5000-ൽ കൂടുതൽ ആളുകൾ കോവിഡ് രോഗികളായി വരുന്നു. ഒരുപക്ഷെ വാർത്തയിൽ നമ്മളത് അറിയുന്നില്ല. ഒരുപക്ഷെ ചില ആളുകളോട് ചോദിച്ചാൽ പറയും അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വേണ്ട റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അവിടുത്തെ രോഗിയുടെ കണക്ക് വരാത്തത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ തന്നെ കോവിഡ് രോഗികൾ മാത്രമല്ല, ഒരു ദിവസം കേരളത്തിൽ ഇന്നത്തെ ആക്റ്റീവ് രോഗിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 63,000 ആളുകളാണ് ആശുപത്രിയിലും പലയിടത്തും കോവിഡ് രോഗികൾ കേരളത്തിലുള്ളത്. എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 54,000, മഹാരാഷ്ട്ര 16,000, അങ്ങനെ തുടങ്ങിയ കണക്കുകളാണ് വരുന്നത്. അന്നേരവും ചില ആളുകൾ പറയുന്നത് അവിടുത്തെ കണക്ക് ശരിയല്ല, കേരളം കറക്റ്റായിട്ട് കണക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ കണക്കുകൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നു. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന നമ്മുടെ സ്വന്തം ദേശത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഭീതിജനകമായ കോവിഡിന്റെ കണക്കുകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഒരു വിഷയം വാർത്താ മാധ്യമങ്ങളൊന്നും അതിനെ പൊലിപ്പിച്ച് കാണുന്നില്ല. വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത്, നമുക്ക് വേണ്ടത് വാർത്തകളുണ്ടല്ലോ, നമ്മൾ ചില വാർത്തകൾ മുക്കും, ചില വാർത്തകൾ കൊണ്ടാടും. കഴിഞ്ഞ ദിവസങ്ങളിൽ അഭയ കേസുകൾ കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നാൾ വഴികളെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ആ വാർത്തയുടെ പിന്നിൽ പ്രാധാന്യമുള്ള ചില വാർത്തകളെയാണ് പത്രക്കാരത് മറന്നു കളഞ്ഞത്. ചില വാർത്തകൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഡൽഹിയിൽ 3 ലക്ഷത്തിൽ പരം ആളുകൾ സമരം ചെയ്യുന്നു. അവർ അന്നത്തിനെ കുറിച്ചുള്ള, അവരുടെ നാളത്തെ നന്മകളെ കുറിച്ചുള്ള, അവരുടെ കൃഷിയിടത്തെ കുറിച്ചുള്ള, അവരുടെ തൊഴിലിനെ കുറിച്ചുള്ള ആശങ്കകൾ അവർക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഡൽഹിയിലെ തണുപ്പിന്റെ സമയങ്ങളിൽ കാഠിന്യം, ശൈത്യമുള്ള ഒരു സമയമാണ്. ആ ശൈത്യത്ത് നമ്മൾ വീടുകളിൽ പുതച്ചു കിടന്ന് ഉറങ്ങുമ്പോൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയ നന്മകൾ തരുന്ന കർഷകർ അവരുടെ ഭാവി ചിന്തകളെ കുറിച്ച് അവർ ആശങ്കയുള്ളവരായി അവര് സമരം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ലോകത്തിൽ എത്രയോ ആളുകൾ പലായനം ചെയ്യുന്നവരുണ്ട്, ടെന്റുകളിൽ പാർക്കുന്നവരുണ്ട്, പരദേശികളായി അനേക രാജ്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു കാണുമ്പോൾ കഴിയും.
അപ്പോൾ എല്ലാം സമാധാനവും എല്ലാം സ്വസ്ഥതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ലോകരാജ്യങ്ങളിൽ വ്യത്യസ്തമായ ചിന്തകളിൽ കൂടി ലോകം കടന്നു പോകുന്നു. ഇന്ന് പകൽക്കാലം ഈ കടന്നു വന്നിരിക്കുന്ന നമ്മൾക്കും പല ആശങ്കകളുണ്ട്. നാളത്തെ കുറിച്ചുള്ള ആശങ്കകൾ, 2020 കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇന്ന് പൊതുവിൽ നമ്മൾ കാണുന്നത് 2020 പ്രതീക്ഷകളെല്ലാം നമ്മൾ കൂടുതൽ അങ്ങ് പ്രതീക്ഷകൾ വെക്കുന്നില്ല. പ്രതീക്ഷകൾ എന്ത് ചെയ്തു, പോകട്ടെ എന്നൊരു മനോഭാവത്തിലേക്ക് വരുന്നു. പണ്ട് അങ്ങനല്ലായിരുന്നു. നമ്മൾ 6 മാസത്തിന് മുമ്പുള്ള കാര്യം പ്ലാൻ ചെയ്യുന്നു, നാട്ടിൽ ലീവിന് പോകുന്നുള്ള കാര്യം പ്ലാൻ ചെയ്യും, നാട്ടിലെ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള പ്ലാൻ ചെയ്യുന്നു. വലിയ പ്ലാനും പദ്ധതികളും ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. പക്ഷെ ഈ വർഷം ഞാൻ കണ്ടിരിക്കുന്നത് പൊതുവിൽ അങ്ങനെയുള്ള പ്ലാനൊന്നുമില്ല. നമ്മൾ പൊതുവിൽ ആൾക്കാരോട് ചോദിക്കില്ല എന്നാ വന്നത്, എന്നാ നാട്ടിൽ പോന്നേ എന്നൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളെല്ലാം കുറിച്ച് പോണം, പക്ഷെ എന്നാണെന്നൊന്നും ഒരു പിടിയില്ല. അപ്പൊ അങ്ങനെ ഒരു 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 മുന്നൊരുക്കമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കണമേ, ഈ 2020 ഇങ്ങനെ കടന്നു പോകുമ്പോൾ 2021 ആശങ്കയുള്ള നിരങ്ങളുടെ ചിന്തകളും വാർത്തകളുമാണ് കേൾക്കുന്നത്. കോവിഡ്, ഇന്നത്തെ ഈ കോവിഡ് വൈറസിനേക്കാളും കൂടുതൽ 70% കൂടുതൽ ആളുകളിലേക്ക് പടരപ്പെടുന്ന ഒരു പുതിയ വൈറസ് ഉണ്ട് എന്നുള്ള ആശങ്കയുടെ വാർത്തകൾ ചുറ്റും കേൾക്കുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ ആശങ്കയുള്ള ചുറ്റുമുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇന്ന് പകലിലും ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്കൊരു സദ്വർത്തമാനമുണ്ട്, ഭയപ്പെടേണ്ട. യേശു, ഇവിടെ വായിക്കുന്ന ബേത്ലഹേമിൽ ഒരു ലോകരക്ഷിതാവായ യേശു ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ലോകം ഇന്ന് ആഘോഷിക്കുന്നത് യേശുവിന്റെ ഒരു ജനനം എന്നുള്ള ഒരു വാർത്ത മാത്രം ആഘോഷിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു ജനിച്ചു എന്നുള്ളൊരു വാർത്ത മാത്രം കൊണ്ടാടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവരല്ല. പകരം യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിച്ചിരിക്കുന്നു. യേശു രക്ഷകനായ യേശു എന്റെ രക്ഷകൻ, യേശു എന്റെ കർത്താവ്, യേശു എന്റെ മശിഹ, യേശു വേഗം വരാൻ പോകുന്നു എന്നുള്ള ആ വാർത്ത മാത്രമല്ല, അതിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും ഓരോരുത്തരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങളോട് ഒരു സദ്വർത്തമാനം പറയാനുള്ളത്, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഭാവിയെ കുറിച്ചുള്ള വലിയ ടെൻഷൻ അടിക്കേണ്ട വിഷയങ്ങളില്ല. പകരം ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുന്ന ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് പൽക്കാലം എനിക്കും നിങ്ങളോട് ഇന്ന് പൽക്കാലം പറയുവാനുള്ള ചിന്ത എന്ന് പറയുന്നത്, ടെൻഷൻ അടിക്കേണ്ട, ഭാരപ്പെടേണ്ട. പകരം എന്ത് ചെയ്തു, വിശ്വസിക്കുക. ഭയത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള കാര്യമാണ് ഭയം. മാറുന്നു, പകരം വിശ്വാസം ഉണ്ടാകുന്നു, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകുന്നു. എന്താണ് വിശ്വാസം? ഒരു ദൈവവൈതലാണ് നമ്മൾ, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടണം ഇന്ന് പൽക്കാലം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നത്, ഭയപ്പെടേണ്ട. ഭയത്തിന്റെ ചിന്തകൾ മാറ്റുക. ഈ ആശങ്കകൾക്കകത്ത് വലിയ കാര്യമൊന്നുമില്ല. ആശങ്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്, പക്ഷേ നാളത്തെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞ് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ പറയുകയാണ്, ബേത്ലഹേമിൽ യേശു അല്ലെങ്കിൽ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു സ്ഥലത്ത് ജനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കേട്ട് ഈ ദൂതന്മാർക്ക് സന്തോഷമുണ്ടായി. അവരുടെ ഭയത്തിന്റെ ചിന്തകളെല്ലാം മാറി അവരുടെ ഹൃദയത്തിലേക്ക് ഒരു ആശ്വാസം വന്നു എന്ന് കാണുവാൻ കഴിയും. ഇന്ന് പൽക്കാലം കർത്താവിന്റെ വചനം കേൾക്കുന്ന ഈ വിശ്വാസമുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് പൽക്കാലം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആശങ്കപ്പെടേണ്ട വിഷയങ്ങളൊന്നുമില്ല, ആശങ്കപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പകരം വിശ്വാസത്താൽ ധൈര്യപ്പെടുക. അല്ലല്ലേ? ഇവിടെ നമ്മൾ കാണുന്നത്, ഇടയന്മാർ അവർ ഭയപ്പെട്ടു, ഭയപരവശരായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ ഭയപരവശരായി. അവരോട് പറയുകയാണ്, ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം എന്ന് പറയുന്ന ആ വാക്കുകൾ അന്വർത്ഥമായ യഥാർത്ഥത്തിൽ സർവ്വജനത്തിനും മഹാസന്തോഷം ഉണ്ടായി. ശരിയല്ലേ? കേരളക്കരയിൽ നമ്മളെ പൂർവികരുടെ DNA എടുത്ത് നോക്കിയാൽ നമ്മള് ഇസ്രായേൽക്കാരൊന്നുമല്ല, യഹൂദന്മാരൊന്നുമല്ല. നമ്മുടെ DNA നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമ്മൾ ഇന്ത്യക്കാരാണ്, പ്രാദേശികമായ ആളുകളാണ്, അല്ലെ? നമുക്ക് സന്തോഷം ഉണ്ടായി. ശ്രദ്ധിക്കുക, 2000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഇന്ന് ക്രൈസ്തവർ എന്ന് പറയുന്ന, യേശു രക്ഷകൻ എന്ന് അഭിമാനിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും. ശ്രദ്ധിക്കുക, ഈ ദൂതനോട് പറയുന്ന വാർത്തകൾ നമുക്ക് ഇന്നും നമ്മുടെ ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ ആലോചിച്ച് നോക്ക്. ഈ ദൂതനോട് പറയുന്ന വാക്കെന്താണ്? സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം. ശരിയല്ലേ? 2000 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ സന്തോഷം ഉണ്ടായി, അല്ലെ? ദൂതന്മാർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് മാത്രമല്ല സന്തോഷം, ഇന്ന് ജാതികളായ യഹൂദരായ ആളുകൾക്കും ലോകത്തുള്ള സകല മാനവ ജാതികൾക്കും സന്തോഷമുണ്ട്. ശരിയല്ലേ? അതുകൊണ്ടല്ലേ കേരളത്തിലുള്ള എറണാകുളം, കോട്ടയം,
അല്ലെങ്കിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഹൈന്ദവ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ വിവിധ മതങ്ങളിലുള്ളായിരുന്ന നമുക്കൊരു ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു സദ്വർത്തമാനം ഉണ്ട്. എന്നാൽ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിച്ചിരിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആശങ്കപ്പെടേണ്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഒരു പക്ഷേ കാണും. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം, എന്റെ ജോലിയുടെ കാര്യം, അല്ലെ? ഈ ദൂതന്റെ ആശങ്കയുണ്ടായിരുന്നു. ദൂതന്മാർ പേടിച്ചു വിറച്ചു, എന്ത് സംഭവിക്കാൻ അറിയത്തില്ല. പക്ഷെ അവരോട് പറഞ്ഞ സദ്വർത്തമാനം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, സർവ്വജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി യേശു ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളുടെ പെട്ടുള്ള ആശങ്കകൾ ഒരുപക്ഷെ നമ്മുടെ പേഴ്സണൽ അനുഭവത്തിൽ കാണുമെങ്കിൽ, അല്ലെ? എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാണ്, അവരുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കാം, അവരുടെ ഭാവി എങ്ങനെയായിരിക്കാം. പക്ഷേ ഇവിടെ ദൂതനോട് പറയുന്ന വാക്കുകൾ ഇന്ന് നമുക്ക് അന്വർത്ഥമാണ്. 2000 വർഷങ്ങൾക്ക് ബേത്ലഹേമിൽ പറഞ്ഞ വാർത്തകളെ കുറിച്ച് പറഞ്ഞ ചില ആളുകളോട് മാത്രം പറഞ്ഞ ആ സദ്വർത്തമാനം 2000 വർഷങ്ങൾ കഴിഞ്ഞ് ഈ 2020 ആണ്ടിൽ അതിന്റെ ഡിസംബർ മാസം 20 തീയതി സൂമിൽ ഇരുന്നു കൊണ്ട്, അല്ലെ, ഒരിക്കലും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ, അല്ലെ, ഇവിടെ വന്നല്ലേ നമ്മളെല്ലാം പരിചയപ്പെട്ടത്. ആ കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായ നമ്മൾ ഇന്ന് ഈ സൂം മീറ്റിംഗിന്റെ അകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ ആ ചിന്തകളുടെ പ്രവർത്തനം എത്രത്തോളം വിശാലമാണ്, അല്ലെ? ഇന്ന് വൽക്കാലവും ഞാനൊരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഇവിടെ പറയുന്ന ഒരു വർത്തമാനം പറഞ്ഞു, യേശു നമുക്കായി ജനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുന്ന സദ്വർത്തമാനം, അല്ലെ? കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായ നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി. യേശു നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട ചിന്ത ഇതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുക, ഹല്ലേലൂയ, ഈ യേശു, എന്നെ രക്ഷിച്ച യേശു അവരെ രക്ഷിക്കുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ, അവരെ വിടുവിക്കും, അവരെ സഹായിക്കും, അവരുടെ ഹൃദയങ്ങളിലും ആഴമേറിയ സന്തോഷവും തരും, അല്ലെ? ലോകത്തിന് എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, അല്ലെ? ഇന്നത്തെ സന്തോഷമെല്ലാം താൽക്കാലികമല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വാർത്ത ഒരു നിശ പാർട്ടിക്കകത്ത്, അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന്റെ അകത്ത് അവർക്ക് ആഘോഷം കൊഴിപ്പിക്കാൻ വേണ്ടി ചില മയക്കുമരുന്നുകൾ വിതരണം ചെയ്തു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ആ മയക്കുമരുന്നിന്റെ സന്തോഷം താൽക്കാലികമാണ്, അല്ലെ? അല്ലെങ്കിൽ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം എന്താണ്? കുറച്ച് കുപ്പി പൊട്ടുന്നു, കുറച്ച് മീറ്റും അല്ലെങ്കിൽ മദ്യസൽക്കാരങ്ങൾ. ഈ സന്തോഷങ്ങളെല്ലാം താൽക്കാലികമല്ലേ? പാർട്ടികളെല്ലാം താൽക്കാലികമല്ലേ? അതിന്റെ സന്തോഷം തരുന്ന റിസൾട്ട് എത്രത്തോളം നിലനിൽക്കുന്ന സന്തോഷമാണ്. പക്ഷെ ഇന്ന് വൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ സന്തോഷിക്കുന്നത് മദ്യത്തിന്റെ ലഹരിയിലല്ല, മയക്കുമരുന്നിന്റെ ലഹരിയിലല്ല, ഏതെങ്കിലും സിനിമയും അല്ലെങ്കിൽ ഏതെങ്കിലും കാഴ്ചകൾ കണ്ട സന്തോഷമല്ല. യേശു എനിക്കായി ജനിച്ചിരിക്കുന്നു, യേശു എന്റെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നു എന്നൊരു സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം. ഹല്ലേലൂയ. അങ്ങനെ സന്തോഷിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മളെ കരങ്ങൾ ഉയർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. യേശു എന്റെ ഹൃദയത്തിൽ ജനിച്ചു. ഹല്ലേലൂയ. യേശു ഇസ്രായേലിൽ ബേത്ലഹേമിൽ ജനിച്ചു മാത്രമല്ല, യേശു എന്നെ ഹൃദയത്തിൽ ജനിച്ചു. അതുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിലും എനിക്ക് ആശങ്കപ്പെടേണ്ട വിഷയങ്ങളില്ല. യേശുവിന്റെ സന്തോഷം എന്റെ ഹൃദയത്തിൽ സ്ഥായിയായി ഉണ്ട് എന്നൊരു സന്തോഷമാണ് നമുക്കുള്ളത്, പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ യേശു എന്റെ ഹൃദയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ഭാര്യ ഭർത്താവിന്റെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബക്കാർ ചാർച്ചക്കാരുടെ ഹൃദയത്തിലെല്ലാം യേശു ജനിക്കട്ടെ. യേശുവിന്റെ ജനനം ഹൃദയത്തിൽ സന്തോഷമുണ്ടാകട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആശങ്കയില്ല, അല്ലെ? എനിക്ക് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒരുപക്ഷെ ആശങ്കകളുണ്ട്, നാളത്തെ കുറിച്ചുള്ള ആശങ്കകൾ, എന്റെ കുഞ്ഞുങ്ങളുടെ, അല്ലെ? ഞാൻ ഒന്നുകൂടെ പറയുന്നു, ജോലിയെ കുറിച്ചുള്ള ആശങ്കയുള്ളവരുണ്ട്, നാളത്തെ പണപരമായ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള പ്രിയപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യങ്ങളെ കുറിച്ചുള്ള ആശങ്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. പക്ഷെ അവർക്കെല്ലാം അവരുടെ ഹൃദയത്തിലെല്ലാം യേശുവിന്റെ സന്തോഷമുണ്ടായി. ശ്രദ്ധിക്കണമേ. പക്ഷേ എന്റെ മനസ്സിലേക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, ഈ വൃക്ഷങ്ങളൊക്കെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ കായ്കൾ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്, അല്ലെ? അത് താൽക്കാലികമായ സന്തോഷമാണെങ്കിൽ പോലും അതൊക്കെ കണ്ടിരിക്കുന്ന ഒരു സന്തോഷമാണ്. ഈ വൃക്ഷങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഒരു മരം നട്ടു, സന്തോഷമാണ്, മരം വളരുന്ന സന്തോഷമാണ്. പക്ഷെ വളരുന്ന സന്തോഷത്തെക്കാൾ ഉപരിയായി അത് പൂത്തു നിൽക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും.
പക്ഷെ ശ്രദ്ധിക്കുക, ആ സന്തോഷം എന്ന് പറയുന്നത് യഥാർത്ഥ സന്തോഷമാണോ? ആ സന്തോഷത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. ഒരു വൃക്ഷത്തെ പൂത്തിലഞ്ഞു നിൽക്കുന്ന, കായ് പിടിച്ചിരിക്കുന്ന ഒരു വൃക്ഷം സന്തോഷമാണെന്ന് ഉണ്ടെങ്കിൽ ആ സന്തോഷം പൊടുന്നനെ ഉണ്ടായതാണോ? അല്ലല്ലോ. ആ മരം, ആ വൃക്ഷത്തെ നട്ടിരിക്കുമ്പോൾ നമ്മൾ കാണാത്ത ചില വേരുകൾ അതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ സന്തോഷത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് അതിന്റെ വേരുകളും കണ്ട് സന്തോഷിക്കരുതോ? കാരണം വേരുകളാണല്ലോ വേരുകൾ നിലനിന്നത് കൊണ്ടാണല്ലോ ആ മരം നിലനിൽക്കുന്നത്. ആ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ അതിന്റെ ഫലമുണ്ടായത്, അതിന്റെ പൂക്കൾ ഉണ്ടായത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സന്തോഷം എന്ന് പറയുന്നത് താൽക്കാലിക സന്തോഷത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഡിസംബർ 25 സന്തോഷം ഉണ്ടാകും. ശ്രദ്ധിക്കുക, ഡിസംബർ 25 ഒരു ദിവസമല്ല നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. യേശു ജനിച്ചു എന്നൊരു വാർത്ത മാത്രമല്ല സന്തോഷം, അതിന് പിന്നിൽ ചില ഘടകങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ചിന്തകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു മരത്തിന്റെ പൂക്കളും കായ്കളുമാണ് സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നിലൊന്ന് ചിന്തിച്ചേ. അതിന്റെ കാണാത്ത ചില കാഴ്ചകളുണ്ട്, അതിന്റെ വേരുകൾ ഉണ്ട്. ആ വേരുകളാണ് ആ വൃക്ഷത്തെ നിലനിർത്തുന്നത്. ശ്രദ്ധിക്കുക. ഇനി അടുത്തത് അതിന്റെ മരം, അതിന്റെ സ്റ്റെം, അതിന്റെ തായ് വേരുകൾ ചിന്തിച്ചു. അതിന്റെ തടി, ശ്രദ്ധിക്കുക, തടി എന്ന് പറയുന്നത് പെട്ടെന്ന് വളരുന്നതല്ല, ക്രമേണ വളരുന്നത് അല്ലെ. പൂത്തിലഞ്ഞിരിക്കുന്ന ഒരു മരം എന്ന് പറയുന്നത് ആ മരത്തിന്റെ ചില മാസങ്ങളാണ് അതിന്റെ പൂക്കൾ നിൽക്കുന്നത്, കായ്കൾ നിൽക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, അടിയിൽ വേരുകളുണ്ട്. വേരുകളിൽ നിന്നും മേലോട്ട് നോക്കുമ്പോൾ അതിന്റെ തടിയുണ്ട്. ആ തടി വേഗത്തിൽ വളരത്തില്ല, പതുക്കെ വർഷങ്ങളെടുത്താണ് ആ വളരുന്നത്. അതിന്റെ ഏറ്റവും കൂടുതൽ വളരുന്നത് അതിന്റെ തടിയാണ്. ആ തടിക്ക് വളർച്ച കൂടുതലുണ്ട്. തടിയാണ് കൂടുതൽ കാണുന്നത് അല്ലെ. ആ തടിയുടെ അതിലെ ശിഖരങ്ങളുണ്ട്. ആ ശിഖരങ്ങളുടെ അറ്റമാണ് നമ്മൾ പറയുന്നത് ആ പൂക്കളും കായ്കളും. അപ്പോൾ നമ്മൾ സന്തോഷം എന്ന് പറയുന്നത് ഈ പൂക്കളും കായ്കളുമാണോ? ശ്രദ്ധിക്കുക, അതിന്റെ പിന്നിലൊരു തടിയുണ്ട്, അതിന്റെ പിന്നിലൊരു വേരുണ്ട്, ആരും കാണാത്ത മണ്ണിനടിയിലുള്ള വേരുകൾ. ആ വേരുകളും തടികളും ശിഖരങ്ങളും ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് പൂക്കളും കായ്കളും എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കുക, സന്തോഷം എന്ന് പറയുന്നത് ഈ പൂക്കളും കായ്കളുമാണ്. അതിനെ സന്തോഷമെന്ന് ചിന്തിക്കുന്ന ലോകമുണ്ട്. ശ്രദ്ധിക്കുക, മദ്യം കഴിച്ചു, രാത്രിയിൽ ആ കൂട്ടുകാരെല്ലാം പാട്ടൊക്കെ പാടി ആഘോഷമായിട്ട് ആ രാത്രി കഴിഞ്ഞു. ക്രിസ്മസ് ഈവ് എന്നൊക്കെ പറയും, ക്രിസ്മസ് രാത്രി എന്ന് പറയും. യഥാർത്ഥത്തിൽ ആ ആഘോഷ രാത്രിയാണോ യഥാർത്ഥ സന്തോഷം തരുന്നത്? ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ സന്തോഷം കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ ലഹരിയുടെ ഉന്മാദാവസ്ഥയിലേക്ക് നിൽക്കുന്ന ആ സന്തോഷമാണോ യഥാർത്ഥ സന്തോഷം? ആണോ? അല്ലല്ല. ഒരു സിനിമ കണ്ട് ആ ത്രില്ലിൽ കൂടി ഒരു സിനിമ കണ്ടതിന്റെ ലഹരിയാണോ ഉള്ളത്? ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. താൽക്കാലിക സന്തോഷം എന്ന് നമുക്ക് പറയും. ശ്രദ്ധിക്കൂ, അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലെ, ഇന്ന് ലോകം പറയുന്ന സന്തോഷം പറയുന്നത് പൂക്കളെ കായ്കളെ കണ്ട് സന്തോഷിക്കുന്നു. അതെല്ലാം ചില നിമിഷങ്ങൾ, ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കൊഴിഞ്ഞു പോകും. മനസ്സിലായോ? പക്ഷേ നമ്മുടെ സന്തോഷം, ശ്രദ്ധിക്കണമേ, നമ്മുടെ സന്തോഷം ആ പൂക്കളും കായ്കളും അല്ല സന്തോഷം. നമ്മുടെ സന്തോഷം അതിൻ്റെ അകത്ത് ആ മരങ്ങളുള്ള കാലത്തോളം, ആ തായ്വേരുള്ള കാലത്തോളം, ആ ശിഖരങ്ങളുള്ള കാലത്തോളം ആ വൃക്ഷത്തിനകത്ത് ഇനിയും സന്തോഷം വരും, ഇനിയും പൂക്കൾ വിരിയും, ഇനിയും കായ്കൾ വിരിയും, ഇനിയും സന്തോഷമുണ്ടാകും. ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് തൽക്കാലം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, താൽക്കാലിക സന്തോഷത്തിൽ മതിമറന്ന് സന്തോഷിക്കരുത്. ഒരു വണ്ടി വാങ്ങിച്ചു നിങ്ങളുടെ വീട്ടിൽ, ആ വണ്ടി വാങ്ങിച്ചു അല്ലെ, ആ വണ്ടി ഒരു സന്തോഷം തരുന്നു അല്ലെ. ഒരു വീട് വെച്ചു, അതാണോ യഥാർത്ഥ സ്ഥായിയായ സന്തോഷം? അല്ലെങ്കിൽ വീട്ടുകളിൽ ഏതെങ്കിലും ഒരു കുട്ടികൾ വിജയിച്ചു, അത് സന്തോഷമാണ്, പക്ഷെ താൽക്കാലിക സന്തോഷമാണ്. ഇതെല്ലാം മറിയും, ഇതെല്ലാം മാഞ്ഞു പോകും, ഇതെല്ലാം മാറിപ്പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ തായ്വേര് പോലെ, വൃക്ഷം പോലെ നിൽക്കുന്ന സന്തോഷം ഹൃദയത്തിൽ യേശു ജനിച്ചു എന്ന് പറഞ്ഞ ഒരു വാക്കുകളല്ല, യേശു ജനിച്ചു പറഞ്ഞ ദിവസങ്ങളല്ല. ഒരു യേശു ജനിച്ച് ഈ ഡിസംബർ 25 ഭയങ്കര മതിമറന്ന് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. ഡിസംബർ രാത്രി ഒന്നുകൊണ്ട് സന്തോഷിക്കുന്ന രാത്രിയുണ്ട്, അല്ലെങ്കിൽ 1-ാം തീയതി സന്തോഷിക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ, പ്രാർത്ഥനയ്ക്ക് വരാത്ത ആളുകൾ പോലും വേണമെങ്കിൽ എന്ത് ചെയ്തു, ഈ പിന്നെ നമ്മുടെ ബുർജ് ഖലീഫയുടെ മുമ്പിൽ നിന്ന് ആ ഡിസംബർ രാത്രി, ചില വർഷങ്ങളായിട്ട് അത് കാണുന്നില്ല, അല്ലെങ്കിൽ ലൈറ്റിങ്സ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആഘോഷ രാത്രി അവരെ കൊഴിപ്പിക്കാറുണ്ട്. ഒരു ഉത്സവത്തിന്റെ ചിന്തകൾ കൊണ്ടുവരാൻ രാജ്യങ്ങൾ ശ്രമിക്കാറുണ്ട്.
ഇന്ന് അടുത്ത ദിവസങ്ങളിൽ ആരൊക്കെ പറയുന്നു ഇപ്പം ഒരു കോവിഡിന്റെ പുതിയ വൈറസ് വരുന്നു, അത് വരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ ചില ആളുകൾ, മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ പറയുന്നത് ഇത് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു നമ്പർ ആണെന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ഉത്സവത്തിന് ആളുകൾ പുറത്തു പോയി ഒത്തിരി കൊണ്ടാടാതിരിക്കാൻ വേണ്ടി ഇവർ കൺട്രോൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ദിനങ്ങളായിരുന്നു ഈ ഡിസംബർ മാസവും ന്യൂ ഇയറും. ഇപ്പൊ ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു, യാത്രകളെല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പൊ അതിനർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നില്ല. ഉത്സവങ്ങൾ, ആഘോഷങ്ങളെല്ലാം ഇന്ന് വീടുകൾക്കകത്തായി. ഡിസംബർ 25-ന്റെ പേരിൽ ആഘോഷിച്ചാൽ ഫൈൻ വന്ന് കിട്ടും, അല്ലെങ്കിൽ മാസ്ക് ഇടാതെ പോയാൽ, അല്ലെങ്കിൽ ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ സന്തോഷിച്ചോ, കുറച്ച് കഴിയുമ്പോൾ ഒരു പേപ്പർ കൊണ്ട് തന്നിട്ട് നമ്മുടെ സന്തോഷങ്ങളെല്ലാം അത് കളയും. അപ്പോൾ ആലോചിച്ച് നോക്ക്, സന്തോഷത്തിനെല്ലാം എന്ത് ചെയ്യും, പരിധികളുണ്ട്, സമയങ്ങളുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഡിസംബർ 25 പൊട്ടിമുളക്കുകയും ഡിസംബർ 1 അല്ലെങ്കിൽ ജനുവരി 1 മാത്രം വരുന്ന സന്തോഷങ്ങളല്ല. നമ്മുടെ സന്തോഷം യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിച്ചു എന്ന സ്ഥായിയായ സന്തോഷമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്, അതിനുവേണ്ടിയാണ് നമ്മുടെ ചിന്തകളുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്, ഡിസംബർ 25 അല്ല സന്തോഷം. ദിവസങ്ങൾ എന്തുവായിക്കോട്ടെ, യേശു ജനിച്ചതാണ് വിഷയം, യേശുവിന്റെ ജീവിതമാണ് വിഷയം, യേശുവിന്റെ സന്ദേശമാണ് വിഷയങ്ങൾ. അല്ലെ, മഹാത്മാഗാന്ധിജി പറയുന്നല്ലോ, എന്റെ ജീവിതം എന്റെ സന്ദേശം എന്ന് പറയുന്നു. അല്ലെ, ആ മഹാത്മാഗാന്ധി ജനിച്ച ദിവസങ്ങളെ കുറിച്ചുള്ള ആ ദിവസമല്ല പ്രത്യേകത, ആ മഹാത്മാവ് ഭൂമിയിൽ ജനിച്ചതാണ് വിഷയങ്ങൾ. അല്ലെ, മഹത് വ്യക്തികൾ ജനിച്ചു എന്ന് പറയുന്ന അവരുടെ ചിന്തകളും അവരുടെ ജീവിതവും അവർ രൂപപ്പെടുത്തിയ ആശയങ്ങളുമാണ് സന്തോഷം തരുന്നത്. അല്ലാതെ യേശു ജനിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയല്ല ഇതാ സ്ഥായിയായ സന്തോഷം. ഇന്ന് പകലിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത്, യേശു ഹൃദയങ്ങളിൽ ജനിച്ചു എന്നതാണ് യഥാർത്ഥ സന്തോഷം. അല്ലെ, ഇതുപോലുള്ള ഭയപ്പെടേണ്ട എന്ന് ദൂതന്മാരോട് പറയുന്ന പോലെ പലയിടത്തും നമുക്ക് കാണുന്നുണ്ട്. പലരോടും പറയുന്നു ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, ലോകത്തിലുള്ള പ്രശ്നങ്ങളെ കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഒന്നുകൂടെ നമ്മുടെ ചിന്തകളിൽ പറഞ്ഞാൽ, ഭാരപ്പെടേണ്ട, ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് എന്റേതായ ടെൻഷനുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ടെൻഷനുള്ള പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും നമുക്ക് അനേക ആശങ്കകളുണ്ട്. അപ്പൊ ആശങ്കയുടെ ഒരു 2020 ഡിസംബർ 25 ഞാൻ ഈ ക്രിസ്മസ് സന്ദേശം ഞാൻ നിങ്ങളോട് പറയുന്നത്. ആശങ്കയുടെ ലോകത്ത് പറയുവാനുള്ളത്, ആശങ്കപ്പെടേണ്ട. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആ 2-3 വാക്യങ്ങളോട് ചിന്തിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൂതന്മാരോട് പറയുന്നു ഭയപ്പെടേണ്ട, അല്ലെ. എന്നാൽ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം ലൂക്കോസ് 1-ന്റെ 30-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വേറെടുത്തും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യം. അവളോട്, മറിയമേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അപ്പൊ അടുത്ത മറിയൊക്കെ ചില ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പുരുഷനെ അറിയായതുകൊണ്ട് ഞാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോ മറിയോട് പറയുകയാണ് ഭയപ്പെടേണ്ട. ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, ദൂതന്മാരോട് പറഞ്ഞു. ദൂതന്മാർക്ക് ആശങ്കകളുണ്ട്, അല്ലെ. ദൂതന്മാർ പേടിച്ച് പറച്ചപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, ദൂതന്മാരെ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ മറിയോട് പറയുകയാണ്. മറിയോട് എന്താ പറഞ്ഞത്? മറിയെ ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. കാരണം നമുക്കറിയാം, അല്ലെ, മറിയ എന്ന സ്ത്രീയെ നമ്മൾ ഇന്ന് പൽക്കാലം ചിന്തിക്കുമ്പോൾ മറിയക്ക് ആശങ്കയുണ്ടായിരുന്നു, അല്ലെ. ശ്രദ്ധിക്കുക, വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ബേത്ലഹേം എന്നുള്ള ചെറിയൊരു ഗ്രാമമാണ്. അവിടുത്തെ വാർത്ത പരക്കാൻ സമയമൊന്നും വേണ്ട. അവിടെ ഒരു കല്യാണം കഴിക്കാത്ത, അല്ലെങ്കിൽ കല്യാണം നടക്കാത്ത, വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ജനിച്ചു, അവൾ ഗർഭവതിയാണെന്ന് പറയുമ്പോൾ അത് ആളുകൾ എങ്ങനെ അത് മനസ്സിലാകും, അല്ലെ. ആളുകൾ എങ്ങനെ അതിന് ഉൾക്കൊള്ളും? ഒരു ദൂതൻ എൻ്റെ അടുത്ത് വന്നിരുന്നു, ദൂതൻ എന്നോട് പറഞ്ഞു ദൈവത്തിന്റെ കൃപ ലഭിച്ചു, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു, ഞാനൊരു കുഞ്ഞിനെ ഗർഭവതിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാർത്ത അതേപോലെ അംഗീകരിക്കാൻ ഒരുപക്ഷെ ലോകം തയ്യാറാകത്തില്ല, അല്ലെ.
ശരിയല്ലേ? നമ്മുടെ ചിന്തയിൽ ചിന്തിച്ചു ഇന്നത്തെ കാലത്ത് 2020 അങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളും? നമ്മൾ എങ്ങനെ അതിനെ അംഗീകരിക്കും? അല്ലേ? ഇവിടെ ആശങ്കയുടെ ഒരു കൂട്ടം ആശങ്കകൾ മറിയക്കുണ്ട്. പക്ഷെ മറിയോട് പറയുകയാണ്, മറിയേ ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. ശരിയല്ലേ? അത്രയും ആശങ്കയുള്ള ആളുകളാണോ ഞാനും നിങ്ങളും ഓരോരുത്തരും? ഇനി മറിയ അങ്ങോട്ട് കൂടുതൽ എടുത്ത് പഠിച്ചു നോക്കും. മറിയ യേശുവിനെ ഗർഭം ധരിച്ചിരിക്കുന്നു, അല്ലെ? എല്ലാരെ പോലും 40 ആഴ്ച 39 ആഴ്ചകൾ മറിയയ്ക്കും ഉണ്ടായിരുന്നു, അല്ലെ? 9 മാസം. ഈ 9 മാസത്തെ ദിവസങ്ങൾ ചിന്തിച്ചാൽ മറിയയ്ക്ക് ആശങ്കപ്പെടേണ്ട ഒത്തിരി ചിന്തകൾ മനസ്സിലില്ലേ? ഇനി ഈ ഗർഭവതിയായിരിക്കുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ ഇന്നത്തെ കാലത്ത് സ്കാനിങ്, എല്ലാ ടെസ്റ്റിങ്ങും ഉണ്ടായാൽ പോലും നമ്മുടെ സ്ത്രീകൾ, അവർക്ക് ആശങ്കയുണ്ട്. കുഞ്ഞിന്റെ അനക്കം കേൾക്കുന്നില്ല, അതിന്റെ സ്കാനിങ് ഉണ്ട്, അതിന്റെ മരുന്ന് കഴിക്കുന്നു, അല്ലെ? ശരിയല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എത്രയോ ആശങ്കകളുണ്ട്. ഇന്നത്തെ വൈദ്യശാസ്ത്രം എത്രയോ പുരോഗമിച്ചിരിക്കുന്നു, അല്ലെ? കുഞ്ഞിന്റെ മൂവ്മെന്റ്, കുഞ്ഞ് ആണാണോ പെണ്ണാണോ, കുഞ്ഞിന്റെ ഡെലിവറി ഡേറ്റ് എല്ലാം ഇന്ന് നന്നായി അറിയാം. ഇന്നത്തെ ശാസ്ത്ര പുരോഗമിച്ചിരിക്കുന്നു, ശരിയല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ മറിയയ്ക്ക് ആശങ്കയില്ലെന്നാണോ നമ്മൾ പറയുന്നത്? മറിയയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, പക്ഷെ ഈ കുഞ്ഞ് എന്താകും, എങ്ങനെയാണ് സമൂഹം എന്നെ കാണുന്നതെന്ന് പറഞ്ഞുള്ള ആശങ്കകൾ മറിയക്കുണ്ടായിരുന്നു, അല്ലേ? ഈ മറിയ, നമ്മൾ വായിക്കല്ലോ, മറിയ ഗർഭവതിയായ ഈ അമ്മ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഗർഭവതിയായ ഒരു സ്ത്രീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഓട്ടോയിൽ പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ കട്ടറുള്ള റോഡ്, ഇന്ന് റോഡുകൾ കുറച്ച് നല്ലതായിരുന്നു, കട്ടറുള്ള റോഡിൽ കൂടെ ഒരു ഓട്ടോയിൽ ഗർഭവതിയായ സ്ത്രീ യാത്ര ചെയ്തു എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അറിയാം കഴുതപ്പുറത്തുള്ള യാത്ര. അല്ലാതെ ഷോക്ക് അബ്സറുള്ള, ഏറ്റവും സസ്പെൻഷനുള്ള, ഒരു കുലുക്കം അറിയാതിരിക്കുന്ന ഒരു വാഹനത്തിലല്ല മറിയ സഞ്ചരിച്ചത്. ശ്രദ്ധിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിക്കകത്ത് അതിന്റെ ഡാഷ്ബോർഡിന്റെ അവിടെയൊക്കെ ചെറിയ കുലുക്കങ്ങൾ, ഒരു പെരുവെരുപ്പ് തോന്നി. അപ്പൊ വണ്ടിക്കകത്ത് കയറി ഒരാൾ എന്നോട് പറഞ്ഞു, എന്തോ നട്ട് വല്ലതും പോയ കോയിൻ വീണാണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡോറിന്റെ സൈഡിൽ ഒരു പെരുവെരുപ്പും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വാഹനം റിപ്പയർ ചെയ്യാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അതിന്റെ ഇപ്പം സാജൻ ബ്രദർക്ക് അതറിയാം, അതിൻ്റെ അകത്ത് ഒരു എഞ്ചിൻ ഹോൾഡ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് റബ്ബർ വാഷറൊക്കെ ഉള്ള സാധനമാണ്, അത് മോൾഡിങ് ഉള്ള ആ സാധനം പോയതാ. അത് വർക്കിംഗ് അല്ലായിരുന്നു. എഞ്ചിൻ മൗണ്ടിങ്ങിനെ കുറിച്ച് ഞാൻ അതിന്റെ പാർട്സ് കിട്ടിയില്ല, ഞാൻ അത് വാങ്ങിച്ചു കൊണ്ടുവിട്ടു. കൊണ്ടപ്പോ ആ കുലുക്കം, ആ പെരുപ്പം അങ്ങ് പോയി. അന്നേരമാണ് ഞാൻ ചോദിച്ചു ഇതിന്റെ ഉപയോഗം എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് എഞ്ചിന്റെ ആ പെരുവരുപ്പ, എഞ്ചിന്റെ അനക്കം വണ്ടിയിൽ വരാത്ത രീതിയിൽ അതിനെ എന്ത് ചെയ്തു, ആ മൗണ്ടിങ്. ശ്രദ്ധിക്കുക, നമ്മൾ വിചാരിക്കും ചെറിയൊരു യൂണിറ്റാ, ചെറിയൊരു പാർട്സ്. ആ ചെറിയ പാർട്സ് നമ്മുടെ വണ്ടിയിൽ കുലുങ്ങി എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ എഞ്ചിന്റെ പ്രവർത്തനം വണ്ടിക്കകത്ത് അറിയാത്ത രീതിയിൽ അതിന്റെ കുലുക്കങ്ങളെ സപ്രസ് ചെയ്തിരിക്കുന്നു, എഞ്ചിൻ മൗണ്ടിങ് എന്ന് പറഞ്ഞ. അപ്പോൾ നമ്മൾ ആ ഘടകങ്ങളെ കുറിച്ച് എനിക്ക് ഈ ഫീൽഡുമായിട്ട് ബന്ധമില്ല, പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വരുന്ന ചെറിയൊരു പാട്ടിന്റെ ചെറിയൊരു ആ പാട്ട് അതിൽ കേടായപ്പോൾ, അത് വേണ്ട പ്രവർത്തന രഹിതമായപ്പോൾ അതിന്റെ പ്രതിഫലനം വണ്ടിക്കകത്തിരുന്ന് എനിക്കറിയാൻ പറ്റി. എന്റെ യാത്ര സുഗമമായ യാത്രയല്ലായിരുന്നു. ഇന്ന് 2-3 ലക്ഷം രൂപ വിലയുള്ള വണ്ടികൾ ഈ റോഡിൽ കൂടെ നിരത്തി കൂടെ പോകുന്നുണ്ട്. അപ്പൊ ചിലരിലേക്ക് നമ്മളെപ്പോലെ 4 ടയറുണ്ട്, നമ്മളെപ്പോലെ നമ്മുടെ വണ്ടിയെ പോലെ ഒരു വണ്ടിയുണ്ട്, നമ്പർ പ്ലേറ്റ് എല്ലാം. പക്ഷെ ആ വണ്ടിക്കകത്ത് പ്രത്യേകതയുണ്ട്. അത് ഏറ്റവും ആയാസരഹിതമായ ഒരു പ്രശ്നരഹിതമായ ഒരു സഞ്ചാരത്തെയാണ് ആ വണ്ടികൾ പ്രതിദാനം, ആ വണ്ടികൾ നമുക്ക് തരുന്നത്, അല്ലെ? 50,000 20,000 രൂപയ്ക്ക് വണ്ടിയുണ്ട്, 1.5 ലക്ഷം കോടിക്കണക്കിന് രൂപ വിലയുള്ള വണ്ടികളും ഈ നിരത്തിൽ കൂടെ പോകുന്നു, അല്ലെ? ഇവിടുത്തെ ഷെയ്ഖുമാർ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ മേഴ്സിഡൻസിന്റെ ജീപ്പുകൾ പോലുള്ള വലിയ വണ്ടികളൊക്കെ ആ വണ്ടികൾക്ക് വിലയുണ്ട്. ആ വണ്ടി എന്ത് ചെയ്തു, അത് ആയാസരഹിതമായ, അതിൻ്റെ അകത്ത് ഒരു കുടിവെള്ളം, ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ, ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചാൽ ആ വെള്ളം ഓളം തട്ടത്തിൽ എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പൊ കൂടിയ വാഹനത്തിൽ പോകുമ്പോൾ ആയാസരഹിതമായ യാത്രകൾ പ്രതിദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് തരുന്നു. അത്രത്തോളമുള്ള സുരക്ഷിതമായ യാത്രകൾ തരുന്നു. ശ്രദ്ധിക്കുക, ഈ മറിയ എന്ന് പറഞ്ഞ മറിയ ഗർഭവതിയായ ഡെലിവറിക്ക് ഏത് സമയവും അടുത്തിരിക്കുന്ന ഈ മറിയ യാത്ര ചെയ്തത് എന്താണ്? കഴുതപ്പുറത്തായിരുന്നു യാത്ര ചെയ്തത്, അല്ലെ? ആയാസമുള്ള യാത്ര. എങ്ങനെ ഈ യാത്രകൾ അവസാനിക്കും, അല്ലെ? ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല, അല്ലെ? ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത്, ഹോട്ടലിൽ ആൾക്കാർ വേണമെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ വന്ന് അവര് പ്ലാക്കാർഡുമായി അവര് വന്ന് പറയും ഇന്ന ഹോട്ടലിലേക്ക് പോകണം. ആയാസരഹിതമായ യാത്രകൾ ഇന്ന് നമുക്ക് ട്രാവൽ ടൂറിസം തരുന്നു, അല്ലെ? ഒത്തിരി വിദേശികൾ വരുന്ന രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. അവർക്ക് ഒന്നും അറിയാതെ കൂളായി പോയി അവർക്കുള്ള ടിക്കറ്റ് ബുക്കിങ്, അവരുടെ സഞ്ചാരം, അവർക്ക് വേണ്ട ആഹാരം എല്ലാ സമയാസമയത്തിന് ചെയ്തു തരുന്ന എല്ലാ ക്രമീകരണങ്ങളും ഇന്ന് ലോകത്തുണ്ട്. ശ്രദ്ധിക്കുക, ഈ ജോസഫും മറിയയും യാത്ര ചെയ്തത് ആശങ്കകളുള്ള ലോകത്താണ് യാത്ര ചെയ്തത്, അല്ലെ? നമ്മൾ വായിക്കല്ലോ ഡിസംബർ 24-ാം തീയതി നമ്മളൊന്ന് ചിന്തിച്ച്, ഈ കഴുതപ്പുള്ള യാത്ര സുഖകരമല്ല, അല്ലെ? നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് പേർ വഴി യാത്ര എന്ന അഗസ്തോസ് കൈസർ ആജ്ഞ പുറപ്പെട്ട് അവർ യാത്ര ചെയ്യുന്നു, അല്ലെ? ദാവീദിന്റെ പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാനാണ് ഇവർ യാത്ര ചെയ്യുന്നത്, ശരിയല്ലേ? എന്തും സംഭവിക്കാം. ആശങ്കകളില്ലേ മറിയയ്ക്ക്? ഭാരമില്ലേ മനസ്സിൽ, അല്ലെ? ഇനി ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ആ ചിന്ത വന്നെന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്ന് വാഹനത്തിന്റെ, അല്ലെ, കഴുത എന്ന് പറഞ്ഞ ആ വാഹനത്തിൽ യാത്ര ചെയ്തു. ഇന്നത്തെ സഹോദരിമാരെ നമുക്ക് ഒരു കഴുതപ്പുറത്ത് കയറ്റി വിടാൻ പറ്റുമോ? ഡെലിവറിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ഇന്നോവ പോലുള്ള കാറുകൾ. കേരളത്തിൽ സുലഭമായ ഒരു കുലുക്കവും ആയാസരഹിതമായ യാത്രകൾ തരുന്ന ഏറ്റവും നല്ല വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഓട്ടോയിൽ കൊണ്ടുപോകും. നമ്മളൊന്ന് ചിന്തിച്ചേ, താഴോട്ട് ഒന്ന് ചിന്തിച്ചേ, അല്ലെ? നമ്മൾ നോക്കുമ്പോൾ ഇത്ര ടെൻഷനുള്ള ഒരു യാത്രയിലാണ് ഈ യോസഫും മറിയയും യാത്ര ചെയ്തത്, അല്ലെ? നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്, അല്ലെ? ഒന്നുകൂടി ഞാൻ പറയുന്നു, ഹോട്ടൽ ബുക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ഹോട്ടലിൽ താമസിക്കാം. അവർക്ക് ആഹാരം അവിടെ ഹോട്ടലിൽ നിന്ന് തരും, അല്ലെ? ഇന്ന് ഹോട്ടലിൽ ബുക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ ഫുഡിന്റെ ക്രമീകരണം എങ്ങനെയാണ്. ചില ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ തരുന്നു, ചിലവർക്ക് ലഞ്ചോ ഡിന്നറോ തരുന്നു, അല്ലെ? ഒന്നും അറിയണ്ട. നിങ്ങൾ യാത്ര ചെയ്ത് സമയാസമയങ്ങളിൽ പോയിരുന്ന് ബൊഫേ സിസ്റ്റം ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണ്ട ആഹാരം നിങ്ങൾക്ക് എടുക്കുക, അല്ലെ? നോൺ വെജ് കഴിക്കുന്നവർക്ക്, കഴിക്കാത്തവർക്ക് വ്യത്യസ്തമായ ആഹാരം അവർക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്ത് കഴിച്ചാൽ മാത്രം മതി, അല്ലെ? അങ്ങനെ ആയിരുന്നു ഈ യോസഫിന്റെ മറിയയുടെ യാത്ര, അല്ലെ? പക്ഷെ അവരോട് പറഞ്ഞ വാർത്ത ഇത്രയേ ഉള്ളൂ, ഭയപ്പെടേണ്ട, യേശു നിങ്ങൾക്കായി ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആശങ്കയുള്ള ഈ 2020 ഡിസംബർ മാസം 25-ാം തീയതി നിങ്ങൾക്ക് ആശങ്ക വേറെയാണ്. എന്റെ ജോലിയുടെ കാര്യം, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം. അയ്യോ, ഇത്രയും വർഷമായല്ലോ, ഒരു വീടും വസ്തുവില്ലല്ലോ, കിടക്കാനൊരു കിടപ്പാടമില്ലല്ലോ, അല്ല, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാണ്, അവരുടെ ഭാവി എങ്ങനെയാണ്, അല്ലെ? ജോസഫിനും മറിയും വേറെ ആശങ്കയുണ്ടായിരുന്നു. ആശങ്കയില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. 2020 ഡിസംബർ നിങ്ങൾക്ക് വേറെ ആശങ്കകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ആശങ്കകളുണ്ട്. എനിക്ക് ആശങ്കയുണ്ടല്ലോ. പക്ഷെ ഇന്ന് തൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളോട് പറയുന്ന ദൂത് ഇന്നാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അല്ലെ? മറിയോട് പറഞ്ഞില്ല, നീ യാത്ര ചെയ്യേ, നിനക്ക് വേണ്ടി ഈ നിന്റെ ഡെലിവറിക്ക് വേണ്ടി, അല്ലെ, പ്രസവത്തിന് വേണ്ടി ഒരു പശുത്തൊഴുത്ത്, അല്ലേ? നമ്മൾ വായിക്കുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ല, ഹോട്ടലിൽ സ്ഥലമില്ലായിരുന്നു, ഹോട്ടലെല്ലാം ബുക്കിംഗ് ആണ്. നിനക്ക് വേണ്ടി ഒരു വഴിയമ്പലം ദൈവം ഒരുക്കി വെച്ചിരുന്നു. ആ വഴിയമ്പലത്ത് പശുത്തൊട്ടിയിലായിരുന്നു എന്ത് ചെയ്തു മറിയ പ്രസവിച്ചത്, അല്ലേ? ശ്രദ്ധിക്കുക, ഇന്ന് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ വൈഫ്, നമ്മുടെ പ്രിയപ്പെട്ടവർ, സഹോദരിമാർ, അവര് ഡെലിവറി ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. നമ്മുടെ ആശങ്ക ഇല്ലാത്തതിന് കാരണം അത് ട്രീറ്റ്മെന്റ് ആരാണ്? ഇന്ന ഡോക്ടറാണ്, ആ ഡോക്ടർ നല്ലതാണ്, അല്ലെ? അവർക്ക് ഏറ്റവും നല്ല സജ്ജീകരണം, അവരുടെ BP മോണിറ്റർ ചെയ്യുന്നു, അവരുടെ വേദനകൾ മോണിറ്റർ ചെയ്യുന്നു, അവർക്ക് വേണ്ട എല്ലാ മരുന്നുകളും കൊടുക്കുന്നു. ശ്രദ്ധിക്കുക,
യേശു കുഞ്ഞ് നോർമൽ ഡെലിവറി ആയിട്ടാ വന്നതല്ലേ, സിസേറിയൻ അല്ലായിരുന്നു അല്ലേ? അതിനുള്ള മരുന്ന് അല്ലേ? അതിനുള്ള ഏത് ഡോക്ടറാണ് എടുത്തത്? ഒന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഡിസംബർ 25 യേശു കൊണ്ടാടി, പുൽക്കൊടിലുണ്ട്, ഉണ്ണിയേശു ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പാട്ടുപാടി പോയി. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള നാൾ വഴികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാറുണ്ടോ? കഴിഞ്ഞ ദിവസം അഭയ കേസിന്റെ നാൾ വഴികളെ കുറിച്ച് ഈ പേപ്പറുകളെല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. ഈ 28 വർഷങ്ങളുടെ ചരിത്രം. ഇത്രയും ചരിത്രത്തിൽ കൂടിയാണോ ഈ കഥ പോയത്, അല്ലെങ്കിൽ ഈ വാർത്ത ഇത്രയും അതാണ് നാൾ വഴികൾ. ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് യേശുവിന്റെ ജനന സമയത്തുള്ള നാൾ വഴികളെ കുറിച്ചൊന്ന് ചുമ്മാ എന്റെ മനസ്സിലുള്ള ചിന്തകളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അല്ലെ. ആ നാൾ വഴികൾ ചിന്തിച്ചോ? ഈ മറിയയ്ക്ക് ഡെലിവറി നടത്തിയത് ആരായിരുന്നു? മറിയയുടെ ഏറ്റവും നല്ല മറിയയുടെ 3 മാസം കൂടിയിരിക്കുമ്പോൾ ഡോക്ടർ ചെക്കപ്പ് നടത്തിയത് ആരായിരുന്നു? അല്ലെ? സ്കാനിങ് നടത്തിയിരുന്നോ? ശരിയല്ലേ? ഒത്തിരി ആശങ്കകളുണ്ടല്ലോ. നമുക്ക് ഇന്ന് ആശങ്കകളുണ്ടല്ലോ. ഈ 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ആധുനിക മെഡിക്കൽ ഫെസിലിറ്റികളുള്ള ഈ ലോകത്ത് നമുക്ക് ആശങ്കകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരിക്ക് പെട്ടെന്ന് വയറ്റ് വേദന വന്നു. പെട്ടെന്ന് ആശുപത്രി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തു, നോക്കുമ്പോൾ അത് ഗ്യാസിന്റെ പ്രശ്നമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആശങ്കപ്പെട്ട ഒത്തിരി കാര്യമുണ്ട്. എന്നോട് പറഞ്ഞു പെട്ടെന്ന് പ്രാർത്ഥിക്കണമേ, പെട്ടെന്ന് വരണമേ. ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? ആശങ്കപ്പെടേണ്ട വിഷയങ്ങളൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഗ്യാസിന്റെ പ്രശ്നമാണ്. കാരണം സമയാസമയങ്ങളിൽ ഇവർ ആഹാരം കഴിക്കണമായിരുന്നു. അല്ലാതെ എന്ത് ചെയ്തു? ഒരു ഇടയ്ക്കിടയ്ക്ക് ഇടവേളയിൽ ആഹാരം കഴിക്കണം. വയറൊത്തിരി കാലിയാവാൻ പാടില്ല. അത് ചെയ്യേണ്ട ബേസിക് കടമകളുണ്ട്. അത് ചെയ്യാതെ വന്നപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായി. അത് ഗ്യാസ് ഉണ്ടായി. അങ്ങനെ അതിന്റെ വേദന ഉണ്ടായി. ആശങ്കപ്പെടേണ്ട വാർത്തയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കുക, ഇന്ന് നമുക്ക് വളരെ ടെസ്റ്റുകളിലുള്ള ക്രമീകരണം നടക്കുമ്പോൾ മറിയയ്ക്ക് എന്ത് ടെസ്റ്റ് നടത്തി? ഇനി ജോസഫിന് ടെൻഷൻ ഉണ്ടായിരുന്നു. ജോസഫിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട. വായിക്കാം മത്തായി സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും. മാത്യു ചാപ്റ്റർ 1:18. മത്തായി സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണം ആയിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിനോട് വിവാഹം നിശ്ചയിച്ചപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിന് ഗർഭിണിയായി എന്നു കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനായകൊണ്ട് അവൾക്ക് ലോക അപമാനം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. അങ്ങനെ ധരിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകൻ യോസഫേ, നിന്റെ ഭാര്യ മറിയയെ ചേർത്തുകൊള്ളുവിൻ, ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദനമായതു പരിശുദ്ധന്മാരാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ടു നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. മതി, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സന്ദർഭം അറിയാമല്ലോ. അതിന്റെ 20-ാം വാക്യം ദൂതൻ പറയുന്നത് കാണും. കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ശ്രദ്ധിക്കണം, അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് നീതിമാനായതുകൊണ്ട് ലോക അപവാദം വരുവാനും അല്ലെ, അവൾക്ക് മറിയയ്ക്ക് അപവാദം വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇനി യോസഫിന് ആശങ്കയുണ്ടായിരുന്നു. യോസഫ് പറയുന്നു, ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ ഭാര്യ ഗർഭിണിയായി, ഇത് മറ്റുള്ളവർ എന്ത് പറയും? അവൾക്ക് അപവാദം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ജോസഫ് ഈ മറിയെ ഉപേക്ഷിക്കാൻ തയ്യാറാകും. ചിന്തിക്കുമ്പോൾ പറയുകയാണ്, ഇവിടെ വായിക്കുന്നത്, നീ യോസഫേ, നിന്റെ ഭാര്യ മറിയെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിനക്ക് ടെൻഷൻ ഉണ്ട് അല്ലെ? കാരണം ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സംഭവം കൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് അല്ലെ? ജോസഫ് നമ്മുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ വിശ്വസിക്കൂ അല്ലെ? നമ്മൾ ചിന്തിക്കുക, ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു അനുഭവം വരുമ്പോൾ നമ്മൾ എത്രത്തോളം ഉണ്ട്. നമ്മുടെ ഭയത്തിന്റെ ഓപ്പോസിറ്റാണ് വിശ്വാസം. ബിബ്ലിക്കലി ഞാൻ ചിന്തിക്കുന്നത് അല്ലെ, ഭയം മാറിയിട്ട് വിശ്വാസം വരണം. നമുക്കിങ്ങനെ വിശ്വാസം ഉണ്ടോ? നമുക്കിങ്ങനെ ഭയം മാറിയെടുത്ത് അല്ലെ, നമുക്ക് ഭയമുണ്ടല്ലോ, ഈ ഭയം മാറിയിട്ട് നാളെക്കുറിച്ചുള്ള ഭയം നമുക്കുണ്ട്. ഭയം മാറിയിട്ട് അവിടെ എല്ലാം വിശ്വാസം കൊണ്ടുവരാൻ നമുക്ക് കഴിയാറുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം അല്ലെ? എനിക്ക് ഭയമുണ്ട്. ആ ഭയത്തിന്റെ വിഷയങ്ങളെ ഓർത്തിട്ട് ഞാൻ ആ ഭയം മാറ്റിയിട്ട് പറയണം, ഇല്ല, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്കൊരു വിശ്വാസമുണ്ട് പ്രിയപ്പെട്ടവരെ.
നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മുടെ ഭയത്തിന്റെ വിഷയവുമായി ചേർത്ത് പഠിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ഈ ഡിസംബർ 25 ഞാൻ നിങ്ങളെ പറയേണ്ട ചിന്ത എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ യോസഫിനോട് പറയുന്നു, ആശങ്കപ്പെടേണ്ട, നീ ശങ്കിക്കേണ്ട, നീ ആശങ്കപ്പെടേണ്ട, ഇത് ദൈവത്തിന്റെ ചില പദ്ധതിയാണെന്ന് പറയുന്നു. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ യോസഫിന്റെ ആശങ്ക മാറി, അവന് വിശ്വാസമുണ്ടായി. ദൈവം എന്നോട് പറഞ്ഞ വാക്കുകളെ അവൻ വിശ്വസിച്ചു, യോസഫ് വിശ്വസിച്ചു. അങ്ങനെയാണ് നമ്മൾ വായിച്ച ഈ ജോസഫും മറിയയും കൂടെ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത് ജോസഫും മറിയയും കൂടെ പേർവഴി ചേർത്താൻ വേണ്ടി അവർ കടന്നു വരുന്ന ചരിത്രത്തെ കുറിച്ച് നമ്മുടെ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അപ്പോൾ ഈ ആശങ്കകൾ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഈ ആശങ്കയുടെ കാലഘട്ടത്തിലാണ് യേശു ഹൃദയത്തിൽ ജനിച്ചത്. ഇനി ഒരാളുടെ ആശങ്കയോടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വായിച്ച്. മത്തായി സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഹെരോദാരാജന്റെ കാലത്തു യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമും ഒക്കെ ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരെല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്നു അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശുവിന്റെ ഒരു ജനനത്തിന്റെ വാർത്ത കേട്ടപ്പോൾ ഹെരോദാവും ഭ്രമിച്ചു. ഹെരോദാവ് രാജാവാ. ഹെരോദാവിന്റെ വിഷയം വേറെയാണ്. എന്ത് ചെയ്തു? യഹൂദന്മാരുടെ രാജാവെന്നാ ചോദിക്കുന്നത്. ഞങ്ങൾ യഹൂദന്മാരുടെ ഒരു രാജാവ് ഇരിക്കുമ്പോൾ ആ രാജാവിനോട് ചോദിക്കുന്നു, വേറെ രാജാവ് എന്ത് ചെയ്തു? തീർച്ചയായും ആ ചോദ്യം തന്നെ രാജാവിന് ടെൻഷൻ ഉണ്ടാക്കത്തില്ലേ? കാട്ടിൽ 2 സിംഹം പാടില്ല എന്ന് പറയുന്ന പോലെ ഹെരോദ രാജാവ് രാജാവായിട്ടിരിക്കും ചോദിച്ചു, വേറെ രാജാവ് ജനിച്ചിരിക്കുന്നു, എനിക്ക് പകരമായി വേറൊരാൾ എഴുന്നേറ്റിരിക്കുന്നു എന്ന് ഈ രാജാവിന് ആശങ്കയുണ്ട്, അല്ലെ? അപ്പൊ ശ്രദ്ധിക്കുക, യേശു ജനിക്കുന്ന സമയത്ത് ചുറ്റും ഭയപ്പെടുത്തുന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ ക്രിസ്മസ് സമയത്ത് ചിന്തിക്കാറില്ല, അല്ലെ? ഇന്ന് നമ്മുടെ ആശങ്കകളില്ല. ആശങ്കകൾ പോകാൻ വേണ്ടി ഇച്ചിരി വെള്ളം അടിക്കും, അല്ലെ? ഇവിടെ മദ്യപിക്കുന്നു, ഡാൻസ് ബാറിൽ പോന്നു, നിശാ പാർട്ടികളിൽ പോന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ കേട്ട വാർത്ത അനുസരിച്ച് കുറച്ച് കഞ്ചാവും കേട്ടിട്ടില്ലാത്ത കുറച്ച് ഈ ലഹരി മരുന്നൊക്കെ അടിച്ചിട്ട് അവര് സന്തോഷിക്കുന്നു. അന്ന് സന്തോഷിക്കാൻ പോയവരല്ല ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ പലരെയും പിടിച്ചോണ്ടിരിക്കുക. പല സാധനവും അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചേക്കുന്നു. ഈ എറണാകുളത്തെ വാർത്ത ഒരു പക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം. അപ്പൊ ആലോചിച്ച് നോക്ക്, സന്തോഷിക്കാൻ പോയതാ. അവരുടെ സന്തോഷം ഒത്തിരി നാൾ നിന്നില്ല, ഒത്തിരി മണിക്കൂർ നിന്നില്ല. ഇപ്പൊ അവരും അവരുടെ വീട്ടുകാരും ആശങ്കപ്പെടുക. എന്താ കാരണം? സന്തോഷിക്കാൻ പോയതാ. സന്തോഷം പല മേഖലകളെ ആശങ്കപ്പെടുത്തുന്നു, അല്ലേ? പക്ഷെ ശ്രദ്ധിക്കുക, നമ്മുടെ ആശങ്കകൾ മാറ്റാൻ നമുക്കൊരു കാരണമുണ്ട്. യേശു നമ്മുടെ ഹൃദയങ്ങളെ ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ സന്തോഷത്തിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് പറയുന്നത് മദ്യവും ലഹരിയും സിനിമയും ലോകത്തിലുള്ള ഏതെങ്കിലും ചില ആളുകൾ ഒരു സന്തോഷത്തിന്റെ വാർത്ത പറഞ്ഞതൊന്നുമല്ല. നമുക്ക് യഥാർത്ഥ സന്തോഷത്തിന്റെ പ്രചോദനം തരുന്ന വാർത്തകൾ. യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് യേശു ജനിച്ചത് പുൽക്കൂടിലാണ്. ഇന്ന് പലരുടെയും വീടുകളിൽ അല്ലെങ്കിൽ ഇന്ന് കബോർഡുകളിൽ ടേബിളിന്റെ മേളിലൊക്കെ യേശു കുഞ്ഞ് ജനിച്ചു. ഡിസംബർ 25 കഴിയുമ്പോൾ ഈ ഉണ്ണിയേശിയൊക്കെ എവിടെ എടുത്ത് കളയും, അല്ലേ? ആ ക്രിസ്മസ് പാപ്പയൊക്കെ പോവും. ക്രിസ്മസ് കേക്കും ആ കഴിച്ചതോടുകൂടി തീരും, അല്ലെ? ഇന്നലെ രാത്രി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവർ പാട്ടുപാടി പോയി. അവരുടെ ആഘോഷങ്ങൾ കുറച്ച് മണിക്കൂറേ ഉള്ളായിരുന്നു, ശരിയല്ലേ? ആ ആഘോഷങ്ങൾ പിറ്റേ ദിവസം ആയപ്പോ പിന്നെ 26-ാം തീയതിക്കകത്ത് ക്രിസ്മസിന്റെ അകത്ത് പ്രത്യേകതയൊന്നുമില്ലല്ലോ. 25-ാം തീയതി ദിവസം, 25 എന്ന് പറഞ്ഞ ഡിസംബർ 25 പറഞ്ഞ ഒരു ദിവസത്തിന് മാത്രമാണ് യേശുവിന്റെ ജനനം കൊണ്ടാടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് നടക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, ഡിസംബർ 25-ാം തീയതി ഒരു ദിവസം കൊണ്ടല്ല നമ്മുടെ സന്തോഷം തീരുന്നത്. നമ്മുടെ സന്തോഷം ജീവിതകാലം മുഴുവനുണ്ട്, അല്ലെ? ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം ഡിസംബർ 25-ാം തീയതി വന്നു പോകുന്നതല്ല സന്തോഷമല്ല. നമ്മുടെ സന്തോഷം യേശു നമ്മുടെ ഹൃദയങ്ങളെ ജനിച്ചിരിക്കുന്നു എന്നൊരു അനുഭവമാണ് നമുക്കുള്ളത്. എന്റെ വാക്കുകൾ നിർത്തുവാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
യേശു ഹൃദയത്തിൽ ജനിച്ചവർക്ക് സ്ഥായിയായ സന്തോഷമുണ്ട്. അല്ലേ? അവരോട് യേശു, ഈ ദൂതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പറഞ്ഞത് ഇങ്ങനെയാണ്: യേശു ജനിച്ചിരിക്കുന്നു. അല്ലെ? യേശു ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട, നിങ്ങളുടെ ഭാര്യയും ഭർത്താവിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട, നിങ്ങളുടെ ജോലിയെ കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെ? എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഞാൻ ഒറ്റ വാക്കിൽ പറയാം: യേശു ജനിച്ചിരിക്കുന്നു എന്ന സത്വർത്തമാനമുണ്ട്. യേശു ജനിച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ്. അതുകൊണ്ടൊരു മഹാസന്തോഷമാണ്. ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷം, ആർക്കും നശിപ്പിച്ചു കളയാൻ പറ്റാത്ത സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ആശങ്കകൾ നിലനിൽക്കും. ആശങ്കകൾ ഉണ്ടല്ലോ, ആശങ്കകളുണ്ട്. നാളത്തെ കുറിച്ച് ആശങ്ക ഹൃദയത്തിൽ നിൽക്കുമ്പോൾ തന്നെ പറയുന്നു, ആ ആശങ്കയുടെ സ്ഥാനത്ത്, ആ ആശങ്കയുടെ വിഷയത്തെ നോക്കി വിശ്വാസം എന്ന പദം കൊണ്ട് പറയാൻ പറ്റുമോ? എനിക്ക് നാളത്തെ കുറിച്ച് പേടിയുണ്ട്, ജോലിയെ കുറിച്ച് പേടിയുണ്ട്, നാട്ടിൽ ലോങ് ലീവിന് പോവുമോ, പോയാൽ എന്ന് തിരിച്ചു വരും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, എന്റെ കടം. അല്ലേ? ശരിയല്ലേ? ആഘോഷിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആഘോഷം കൊണ്ട് നമ്മുടെ കടം മാറുമോ? അല്ലെ? ആശങ്കകൾ പെടേണ്ട അനേക വിഷയങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ കുറിച്ചും, ഭാര്യയെ കുറിച്ചും, ഭർത്താവിനെ കുറിച്ചും, ജോലിയെ കുറിച്ചും, നാളത്തെ തൊഴിലെ കുറിച്ചും, അല്ലെ? ദേഹം, ദേഹി, ആത്മാവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ചിന്തകളുണ്ട്. അല്ലെ? നമ്മുടെ ശാരീരികമായ, മാനസികമായ, ഭൗതികമായ വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് പൽക്കാലം ഞാനൊരു കാര്യം പറയാം. ക്രിസ്മസ് സന്ദേശം എന്ന നിലയിൽ ഒരു പദം പറയാൻ ആഗ്രഹിക്കുന്നത്: ആശങ്കപ്പെടേണ്ട, ടെൻഷൻ അടിക്കേണ്ട. യേശു ഹൃദയത്തിൽ ജനിച്ചവർക്ക് എല്ലാ ഭാരവുമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. നമ്മൾ യേശുവിനെ ആഘോഷിക്കുന്ന ചില ആളുകൾ മാത്രമല്ല, യേശുവിന്റെ ജനനം ഹൃദയത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്, പുൽക്കുടിലല്ല സംഭവിച്ചിരിക്കുന്നത്. യേശു നീ എന്റെ രക്ഷകൻ, നീ എന്റെ നാഥൻ, എന്റെ കർത്താവ്. ഹല്ലേലൂയ. യേശുവിന്റെ ഹൃദയത്തിൽ ജനിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. യേശു ജനിച്ചപ്പോൾ മറിയയുടെ ആശങ്ക മാറി. യേശു ജനിച്ചപ്പോൾ, ഹല്ലേലൂയ, യോസഫിന്റെ ആശങ്കകൾ മാറി. യേശു ജനിച്ചപ്പോൾ ഹെരോദ രാജാവിന്റെ ആശങ്കകൾക്ക് സ്ഥാനമില്ല. യേശു രാജാവായി, ഒരു ഐഹികമായ രാജാവാകാൻ വന്നതല്ല. അല്ലെ? യേശുവിനെ പേടിച്ചു. യേശുവിനെ പേടിച്ചത് കൊണ്ട് ഈ രാജാവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഒത്തിരി കുഞ്ഞുങ്ങളെ കൊന്നു. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ആ കുഞ്ഞുങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു. അത് തെറ്റായ ആശങ്കയായിരുന്നു, തെറ്റായ ടെൻഷനായിരുന്നു. ഇന്ന് കേൾക്കാറ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? 2020 ടെൻഷൻ ഉണ്ടോ? കോവിഡ്, ഈ കോവിഡിന്റെ വാർത്ത എങ്ങനെയാണ്? എന്ന് ഈ കോവിഡ് തീരും? 2020 അങ്ങ് പോയി, 2021 എങ്ങനെ ആകും? ആശങ്കയില്ലേ? ബൈബിളിൽ ഒരു കാര്യം പറയാം. ബൈബിളിൽ 365 പ്രാവശ്യം ബൈബിളിൽ ഭയപ്പെടേണ്ട എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ 365 ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണ് ഭയപ്പെടേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, പകരം വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. നിങ്ങൾ ഭയപ്പെടേണ്ട, പകരം വിശ്വസിച്ചാൽ മാത്രം മതി. ഇന്ന് പൽക്കാലം അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ഒരു നിമിഷം കണ്ണുകൾ, ഹല്ലേലൂയ, എല്ലാ കണ്ണുകളും അടയുമ്പോൾ ഒരു വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആശങ്കപ്പെടേണ്ട നമ്മുടെ പദമാണല്ലോ. ടെൻഷൻ അടിക്കേണ്ട, ഒത്തിരി കൂലങ്കഷമായ അതിനെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി: യേശു ജനിച്ചിരിക്കുന്നു. യേശു എന്റെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നു. യേശു എന്റെ ജീവിതത്തിൽ ജനിച്ചിരിക്കുന്നു. യേശുവിന്റെ പൈതലാണ് ഞാൻ. യേശുവിന്റെ പൈതലായി ഞാൻ. യേശു എന്റെ ജീവിതത്തിലുണ്ട്. യേശു എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. ശ്രദ്ധിക്കുക, യേശു ഹൃദയത്തിലുള്ള, യേശു ഉദരത്തിലുള്ള മറിയയുടെ ടെൻഷൻ ഒത്തിരി ഉണ്ടായിരുന്നു. എങ്ങനെ ഈ കുഞ്ഞ് പ്രസവിക്കും? അയ്യോ, ആ പ്രസവം ആര് നടത്തും? അല്ലെ? എവിടെ ഒരു വീടുണ്ടായിരിക്കും? ഈ കഴുതപ്പുറത്ത് പോയാൽ എങ്ങനെയായിരിക്കും എന്റെ യാത്ര? ശ്രദ്ധിക്കുക, ഇതെല്ലാം ആശങ്കയുള്ളായിരുന്നു. പക്ഷെ ആശങ്ക ആസ്ഥാനമില്ല. ആ ഹോട്ടലുകൾ, ഇവിടെ വായിക്കുന്നത്, ആ യേശുവിന് താമസിക്കുവാൻ, അല്ലെങ്കിൽ മറിയയ്ക്കും ജോസഫിനും താമസിക്കുവാൻ ഒരു ഇടമില്ല. വഴിയമ്പലമില്ല. വഴിയമ്പലമെല്ലാം ഫുള്ളാണ്. ഒരു റൂം പോലും കാലിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു യോസഫിനും മറിയയ്ക്കും വേണ്ടി ഒരു കാലത്തൊഴുത്ത്, ഒരു പശുത്തൊഴുത്ത് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തു. കണ്ടോ? ഇത് സത്യമല്ലേ? യേശു ജനിച്ചത് ഒരു ഹോട്ടലിലല്ല. യേശു ജനിച്ചത് ഒരു കൊട്ടാരത്തിലല്ല. യേശു ജനിച്ചത് വഴിയമ്പലത്തിലുമല്ല. യേശു വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട്, അല്ലെ? വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു പശുത്തൊഴുത്തിൽ, അല്ലെ? ആ പശുത്തൊഴുത്ത് ഉണ്ടാക്കിയത് യേശു കുഞ്ഞിന് വേണ്ടിയല്ല ആയിരുന്നോ? പക്ഷേ അവിടെ ഒരു വഴി ഒരുക്കി ദൈവം. കണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? ഈ 2020 അവസാന ദിനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി,
നിങ്ങളുടെ ഭാവി ധന്യമായോ? നിങ്ങൾ ദൈവപൈതലാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഒരു ഗ്യാരണ്ടി പറയുന്നു, നിങ്ങളും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയിൽ. അതുകൊണ്ട് നിങ്ങൾ LIC പോളിസിയിൽ എടുക്കുന്നതിനേക്കാൾ, ലോകത്തിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിന് എടുക്കുന്നതിനേക്കാൾ ഫുൾ ഗ്യാരണ്ടി തരുന്നു, അല്ലെ? നിങ്ങൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നു, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഫുൾ ലോസ് ഉണ്ടായാൽ ഈ വണ്ടിയുടെ ഒരു വില ഇട്ടിരിക്കുന്നു, അല്ലെ? അപകടം സംഭവിച്ചാൽ. ഒരു കാര്യം പറയാം, അതിനേക്കാൾ ഗ്യാരണ്ടിയാണ് യേശുവിൽ വിശ്വസിക്കുന്നവർ. ആണോ? ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അതിനേക്കാൾ ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തെ അവൻ പുലർത്തും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവൻ പുലർത്തും. ഓ ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതും. ഇന്ന് തൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? ഒരു ക്രിസ്മസ് സന്ദേശമായി ഈ 2020 ഡിസംബർ മാസം 25-ാം തീയതി ഞാൻ നിങ്ങളെ ദൈവവചനത്തെ ധൈര്യപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാ ഹൃദയത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. എന്റെ ഭാവി ദൈവം നിയന്ത്രിക്കും, എന്റെ കുഞ്ഞുങ്ങളെ ദൈവം നിയന്ത്രിക്കും, എന്റെ കുടുംബത്തെ ദൈവം നിയന്ത്രിക്കും. ഹല്ലേലൂയ. എന്റെ ഭാവി ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ഹല്ലേലൂയ. മറിയയ്ക്ക് വേണ്ടി, യോസഫിന് വേണ്ടി, ദൂതന്മാർക്ക് വേണ്ടി, ആട്ടിടയന്മാർക്ക് വേണ്ടി, ഹേരോദാവിന് വേണ്ടി ഇവരുടെ ആശങ്കകളിലൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യമായിരുന്നു. ആശങ്കകൾ ദൈവത്തിന് വേറൊരു പദ്ധതിയായിരുന്നു ആ രാജ്യത്തെ കുറിച്ച്. സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം പറഞ്ഞത് ആട്ടിടയന്മാരോടാണ്. പക്ഷേ 2000 വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട, വിവിധ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന, വിവിധ കുടുംബങ്ങളിൽ പിളർന്ന, ഓ ഹല്ലേലൂയ, വിവിധ മതങ്ങളിൽ വളർന്ന നമ്മളെയും ദൈവം കണ്ടോ 2000 വർഷങ്ങൾ കഴിയുമ്പോൾ 2020 നമ്മൾ ദൈവവേദനാണ്. നമ്മുടെ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഹൈന്ദവരെന്നോ വിവിധ മതക്കാരെന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ദൈവ പൈതലാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ യേശുവിന്റെ പൈതലാണ്. ക്രിസ്ത്യാനിയേക്കാൾ ക്രിസ്തുവിനെ ഹല്ലേലൂയ, ഒരു ക്രിസ്തുവിന്റെ പൈതലാണ് ഞാൻ നിങ്ങളും. അങ്ങനാണ് നമുക്ക് പറയാൻ കഴിയും. ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നമ്മുടെ പേരല്ല, അതിനേക്കാൾ ഉപരി അത് ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയും, അല്ലെ? ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ 2020 ഡിസംബർ 25-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. വ്യത്യസ്ത സാഹചര്യത്തിൽ, വ്യത്യസ്ത കുടുംബങ്ങളിൽ പിറന്ന് വളർന്നവരായ ഇന്ന് പൽക്കാലം ഞങ്ങൾ ഈ UAE-യുടെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇരുന്ന് കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് തരുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആശങ്കകളുണ്ട്, ടെൻഷനുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ COVID-19 എന്ത് സംഭവിക്കും, ഈ സാഹചര്യം, ഈ ലോകം എന്ന് മാറും, എന്ന് പഴയതുപോലാകുമെന്ന് ആശങ്കപ്പെടുന്ന രാജ്യങ്ങളിൽ ജനങ്ങളിൽ ഇരിക്കുമ്പോൾ കർത്താവെ, ഈ ക്രിസ്തുവിന്റെ സന്ദേശം കേൾക്കുന്ന ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ദൈവം ഞങ്ങളെ നടത്തും, ദൈവം ഞങ്ങളെ പുലർത്തും, ദൈവം ഞങ്ങളെ കരം പിടിച്ച് നടത്തും. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യും. ഇന്ന് പകലിൽ വിവിധ സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹായിക്കണമേ. അവരുടെ ആശങ്കകൾക്ക് അടിസ്ഥാനപരമായ വിഷയങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആശങ്കയുടെ സോഴ്സുകളെ ദൈവം അറിയുന്നല്ലോ. ആശങ്കകളെല്ലാം മാറ്റി അവരെ നല്ല ഒരു പകൽ കൊടുത്ത്, ഒരു നല്ല ദിനം കൊടുത്ത് 2021 2000 ദിനങ്ങളിൽ മുമ്പോട്ടുള്ള വർഷങ്ങൾ അവർക്ക് അനുഗ്രഹമായി മാറ്റണമേ. 2021 ഡിസംബർ മാസം 25-ാം തീയതി ഞങ്ങൾ എവിടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവ് ആയുസ്സും ആരോഗ്യം തന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഉണർന്നും പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയാൻ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന യാതനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവം ഈ ഡിസംബർ 25-ാം തീയതി ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ക്രിസ്മസ് സന്ദേശം, ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഒരു പുതിയ വർഷം 2020 ഒരു അനുഗ്രഹമായി ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.